മലയാളികൾക്ക് ഈ ഒരു ശബ്ദം കേട്ടാൽ ആരും മറക്കത്തില്ല. സ്റ്റാറൊരെണ്ണം മെല്ലെടുത്ത് യേശുവിനൊരു ഭംഗിക്ക. അന്ന് മുംബൈക്ക് അറിയില്ലായിരുന്നു അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണ്. ഉലയിലൂതിയ ഇരുമ്പിനെ അവർ കത്തിയാക്കി. അങ്ങനെയുള്ള 3 കത്തി 200 രൂപ. നമുക്കൊരു റാപ്പ് സോങ് അറിയണമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയ പാട്ടാണ്. മോനെ മോനെ ഇറച്ചി ചാറൊഴി, ചാറില്ലെങ്കിൽ മീൻ കറി ഒഴി, ഇല്ലേലെന്തേലും വഴി മോനെ. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. ഇടവേളക്കാരനാണോ? അല്ല, പുള്ളി അടിവെച്ചല്ലേ. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. കടൽക്കുതിര. അല്ല അല്ല, അത് വെള്ളത്തിലല്ലയോ? അത് 24 മണിക്കൂർ കുളിച്ചോണ്ടിരിക്കും. ഉത്തരം ഒന്നും കൂടെ പറഞ്ഞു എന്നിട്ട് ഇടാം. കറക്റ്റ് ഉത്തരം. ആരാ? മീൻ. എന്നാ ഊരിക്കോ, എന്നാ പിടിച്ചോ സാധനം. മീൻ എവിടെ കിടക്കുന്നത്? വെള്ളത്തിൽ കിടക്കുന്നു. കടൽക്കുതിര എവിടെ കിടക്കുന്നത്? കടൽക്കുതിരയുടെ വീട്ടിലോ? ടെൻഷൻ ഉണ്ടോ? എന്തിനാ, ഞാൻ കോടീശ്വരനല്ലേ ഇരിക്കുന്നത്. എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. എന്താണ് കാരണം? എന്താ ഒരു മിനിറ്റ്, മോനെങ്ങാണ്ടോ നോക്കി എഴുതിക്കൊണ്ട് വന്നേക്കും. നിലവിലിപ്പം വെട്ടിയാരിനേക്കാൾ ഫാൻ ബേസ് അമ്മയ്ക്ക് പൈസ കൊടുക്കണ്ടല്ലോ, പൈസ വയ്ക്കത്തില്ല. ഇതുപോലൊരു അമ്മയും മോനും ലോകത്തില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഇടാറുണ്ട്. ദൂരെ വഴക്ക. എത്ര മാസം വരുമാനമുണ്ട് വെട്ടിയാരിന്? എനിക്ക് അങ്ങനെ വലിയ വരുമാനം ഇല്ല, സത്യമായിട്ട് വരുമാനം. കാരണം ഞാൻ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അധികം വീഡിയോസ് ഇടാറില്ല. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടംപോലെ വരാറുണ്ട്. എടുത്തോണ്ട് പോടാ നിന്റെ വീഡിയോ ചളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പോൾ ഉടനെ ഒരു കല്യാണം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം വെട്ടിയാറിൻ്റെ. എന്റെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയി. ഞാൻ കണ്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മുമ്പ് സ്ഥിരമായിട്ട് ആൾക്കാരിന്ന് പകയ്ക്കുന്നു. നീല നിലവിൽ ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ യേശു പിറന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചാറ്റ് ഷോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇതിനോടൊപ്പം ഉള്ളത് ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്, യൂട്യൂബറാണ്. മലയാളികൾക്ക് ഈ ഒരു ശബ്ദം കേട്ടാൽ ആരും മറക്കത്തില്ല. ഇനി ഈ ശബ്ദത്തിൻ്റെ ഉടമ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ക്രിസ്മസിന് ഇതേ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ വെറൈറ്റി മീഡിയയിലില്ല. നമുക്ക് ചോദിച്ചാലോ? മച്ചാനെ നമസ്കാരം. നിങ്ങൾ കേട്ട ഇൻട്രോ കേട്ടിട്ടെ താടി ഉണ്ട്, ശബ്ദം കേട്ടറിയാം അവർ യേശുദാസായിരിക്കും. ഈ ഫേസും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ്? ക്രിസ്മസ് വളരെ നല്ലതായിരുന്നു. ഈ സൗണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. നമുക്ക് മുഖം ഒറിജിനൽ കാണിക്കാം, നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ലേ? അതെ. ഇപ്പൊ നമ്മൾ ക്രിസ്മസിന്റെ ആ ഒരു വൈബിൽ എത്തി നിൽക്കുക. അതെ. മച്ചാന്റെ പണ്ടത്തെ ക്രിസ്മസ് ഇപ്പോഴത്തെ ക്രിസ്മസ് തമ്മിലൊരു വ്യത്യാസം എന്തോ കണ്ടത്? ഇപ്പോഴത്തെ ക്രിസ്മസ് പണ്ട് നമ്മൾ വീഡിയോ പണ്ട് പണിയില്ലാതിരിക്കുമായിരുന്നു, ഇപ്പോൾ ഒട്ടും പണിയില്ല. ഇപ്പൊ നാട്ടുകാർക്ക് പണി കൊടുക്കുന്നു. അതെ. ഇപ്പൊ നമ്മൾ വീഡിയോകളിലൊക്കെ പാട്ട് പാടിയൊക്കെ കണ്ടന്റ് ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ പ്രേക്ഷകര്. അപ്പൊ പണ്ടത്തെ ക്രിസ്മസിലൊക്കെ ഇറങ്ങിയതിന്റെ അനുഭവമാണോ ഈ കണ്ടന്റിലൊക്കെ? പിന്നെ ഞങ്ങൾ ഈ ഇപ്പൊ ഇന്നലെയും കരോളിന് പോയി. അല്ലാതെ കരോളിന് പോയി. കരോൾ വീഡിയോ അല്ലാതെ കരോളിന് പോകാറുണ്ട് നാട്ടിൽ നിന്ന് കൂട്ടുകാരെല്ലാം കൂടെ. ഏറ്റവും ക്രിസ്മസ് വീട്ടിലിരിക്കാനാണോ അതോ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണോ ഇഷ്ടം? വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിക്കുന്നു. പണി വേണ്ടേ അല്ലേ? അതെ. പണ്ടത്തെ ക്രിസ്മസിലൊക്കെ കൊട്ടാനാണോ പോയേക്കുന്നത്, പാടാനായിരുന്നോ? പൈസ മേടിക്കാൻ. പൈസ മേടിക്കുക, തകർക്കുക. അതെ. അപ്പൊ മച്ചാനെ എല്ലാവരും ആഗ്രഹിക്കുന്നത് മച്ചാന്റെ ഒരു പാട്ട് കേൾക്കാനാണ്. മച്ചാൻ തന്നെ എഴുതി ഉണ്ടാക്കുന്ന ഒരു പാരഡി പാട്ട്. ഇത് 2 വർഷം മുന്നേ ഉള്ള കരോളില്ലേ, അതാദ്യം പാടാം. ആദ്യം പാടാം. നമ്മുടെ തുളസി കതിർ എന്നുള്ളൊരു പാട്ടില്ലേ, അതിന്റെ പാരഡിയായിരുന്നു. സ്റ്റാറൊരെണ്ണം മെല്ലെടുത്ത് യേശുവിനൊരു ഭംഗിക്ക, പൊട്ടാത്ത ബൾബിൽ കെട്ടി പുൽക്കൂടിൽ ചാർത്തിടാ, സ്റ്റാറൊരെണ്ണം മെല്ലെടുത്ത് യേശു യേശു. അപ്പൊ ഇനി നമുക്ക് ഈ വ്യക്തി ആരാന്ന് കാണാം അല്ലേ? പറ്റിച്ച്. ഓ മച്ചാനെ ഹായ്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ നമ്മൾ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എഴുതുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ കടന്നുപോയ ചില കഥകളായിട്ടൊക്കെ നമുക്ക് സാമ്യം ചെയ്യാം. മച്ചാൻ ഇപ്പം നമ്മൾ കരോളിലൊക്കെ പോയിരുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, മച്ചാൻ എഴുതുന്ന കണ്ടന്റ് നമ്മുടെ ജീവിതമായിട്ടൊക്കെ ചില ബന്ധങ്ങളുണ്ട്. അതാണ് അതിനൊരു ജീവൻ ഉള്ളത് തന്നെ. ശരിക്കും ഈ ഒരു കണ്ടന്റ് വന്നത് എങ്ങനെയാണ്? കണ്ടന്റ് വന്നത് നമ്മളെപ്പോഴും റിയൽ ലൈഫിൽ നിന്ന് നമുക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളോ അല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കണ്ടന്റായിട്ട് എഴുതുന്നത്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ആവുന്നതെന്ന് തോന്നുന്നു. ഇതൊരു ഒന്നൊന്നര കണക്ഷനാണ് കേട്ടോ. അതെ. അതിന് ഏറ്റവും ഉദാഹരണം, നിങ്ങൾ ക്രിസ്മസിൻ്റെ ഒക്കെ പാട്ടുകളൊക്കെ വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്.
അപ്പം നമ്മളും പണ്ട് കൊട്ടാൻ പോയിട്ടുണ്ട്, പാടാൻ പോയിട്ടുണ്ട്. അപ്പോഴും നമുക്കില്ലാത്ത ബുദ്ധിയാണ് മച്ചാന് വന്നത്. എനിക്ക് പണ്ടൊക്കെ ക്രിസ്മസിന് കൊട്ടി പാടാനൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾ തന്നെ അന്ന് പാട്ടുകളൊക്കെ എഴുതുമായിരുന്നു. ഇപ്പോൾ അന്നത്തെ പാട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്ന് നമ്മൾ ഇങ്ങനെ ഓരോ പാട്ടുകൾ എഴുതി ഉണ്ടാക്കിയിട്ട് പുതിയ പുതിയ പാട്ടുകൾ അന്ന് ഇതിന്റെ ബുക്കുകൾ ആ സമയത്ത് ഇറങ്ങുമായിരുന്നു. ഈ കരോൾ പാരടിപ്പാട്ടിന്റെ ബുക്കുകൾ ഇറങ്ങുമായിരുന്നു. പക്ഷെ അത് കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ പോപ്പുലറായിട്ട് കിട്ടുന്ന സാധനമല്ല. അപ്പോൾ നമ്മൾ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോ പാട്ടുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം വെട്ടിയാറിന്റെ നാട്ടിൽ വെട്ടിയാർ തന്നെ എഴുതിയതാണ് പാടുന്നത് ആൾക്കാരല്ലേ? അങ്ങനെയല്ല, അല്ലാതെ നോർമലി സ്ഥിരമായിട്ടുള്ള കരോൾ പാട്ടുകളുണ്ട്, അല്ലാതെ നമ്മൾ തന്നെ എഴുതി പാടാറുണ്ട്. എപ്പോഴും ഓർമ്മയെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പാരഡി പാട്ട് ഏതായിരിക്കും ശ്രീകാന്ത് വെട്ടിയാറിന്റെ? ഞാൻ എഴുതിയ പാരഡി പാട്ടുകൾ ഞാൻ മറ്റേ നമ്മുടെ ഇലക്ഷൻ സമയത്ത് നമ്മുടെ കുക്കു കുക്കു എന്നൊരു പാട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു, അതിന്റെ പാരഡി പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് അത്യാവശ്യം കൂടുതൽ പോപ്പുലർ ആയത്. പിന്നെ ഞാൻ റാപ്പ് എഴുതിയിട്ടുണ്ട്, ബാബുമോനെ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ബാബുമോനെയും നമ്മുടെ അത്തല പിത്തള തവളാച്ചി പാട്ട് നമുക്കൊന്ന് പാടാം. ഓക്കെ, റാപ്പ് സോങ് പാടാം. ഇതെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഒരിടത്ത് ഒരു റാപ്പ് സോങ്ങിന്റെ ആവശ്യത്തിന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾക്കൊന്നും പറ്റിയ പരിപാടിയല്ലേ ഈ റാപ്പ് സോങ്, അത് വേറൊരു ഞങ്ങൾ പ്രൊഫഷണൽ ആൾക്കാർ, അത് വേറെ രീതിയാണ്, നമ്മൾ നോർമൽ പാരഡി എഴുതുന്ന പോലെയല്ലെന്ന് പറഞ്ഞു. എന്നാൽ നമുക്കൊരു റാപ്പ് സോങ് അറിയണമല്ലോ എന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയ പാട്ടാണിത്. പിന്നെ ഇതൊരു പ്രതിഷേധമായിട്ട് ഉണ്ടാക്കിയ പാട്ടാണ്. അതെ, അപ്പൊ അതൊന്ന് പാടാം. ഓക്കെ. പെട്ടെന്നോടനോ സ്പീഡില്ലേലെന്താ, തെക്കല സുഷമയ്ക്ക് ബൈക്കില്ലേലെന്താ, ഈ കുന്തം വലിച്ചാൽ ചുമ ഫലം, ഉച്ച ഊണിന് സ്പെഷ്യൽ നീ പറ, ബഹുമോനെ മോനെ ഇറച്ചി ചാറൊഴി, ചാറില്ലെങ്കിൽ മീൻ കറി ഒഴി, ഇല്ലേലെന്തേലും മൊഴി, ബഹുമോനെ. ഓ പൊളി പൊളി ബഹുമോനെ. നമ്മൾ മലയാളികൾക്കും വേണ്ടേ റാപ്പ് സോങ്ങുകളൊക്കെ? അവരിഷ്ടം പോലെ തിരുമാലി, ഫെജോ, ഡബ്സി ഒക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അന്ന് അവിടുത്തെ ഒരു വിഷമമായിട്ട് വന്നതിന്റെ പേരിൽ അങ്ങ് ചാമ്പ് ചെയ്ത ബഹുമോനെ. അതെ അതെ, അല്ല നമുക്ക് പറ്റുമോന്ന് ശ്രമിച്ചു നോക്കിയതാണ്. ഇത് പറ്റും. അതെ, ഒന്നൊന്നര സാധനമല്ലേ അടിച്ചത്. അതെ, അത് അത്യാവശ്യം നല്ല വൈറലായി. ഇന്ത്യയിൽ മുഴുവനൊക്കെ ഈ IPL സമയത്തൊക്കെ ഓരോ ടീം തോക്കുന്ന സമയത്ത് ഇതിന്റെ ഒറിജിനൽ പാട്ടുണ്ട്, ഒരു മെക്സിക്കൻ പാട്ടുണ്ട്. അതെ, അതിന്റെ ബാക്കി വരുമ്പോൾ ഈ തോക്കുന്ന ടീമിന് നമ്മുടെ ഈ ബാബുമോനായിരിക്കും ഒറിജിനൽ. ഈ റെക്കോർഡിംഗ് ഒക്കെ എവിടെ? ഇതിന്റെ റെക്കോർഡിങ് എൻ്റെ ഒരു ഷെബിൻ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, ചാനലിലൊക്കെ ചെറിയ മ്യൂസിക്, എൻട്രി മ്യൂസിക് ഒക്കെ ഇടുന്ന ആളാണ്. പുള്ളിയുടെ വീട്ടിലാണ് ബാബുമോനൊക്കെ പാടിയത്. അല്ലാതെ ഇപ്പോൾ വേറെ പല സ്ഥലങ്ങളിലും സന്ദർഭം പോലെ ചെയ്യാണ്. മച്ചാൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്, ഇപ്പം കരോളാണെങ്കിൽ കരോൾ വൈവ് മാത്രമല്ല എഴുതുന്നത്. ഇലക്ഷൻ വരുവാണെങ്കിൽ ഇലക്ഷൻ എഴുതും, ഓണം വരുവാണെങ്കിൽ ഓണത്തിന് എഴുതും. അപ്പോൾ ഇലക്ഷന് വൈറലായ ഒരു പാട്ടുണ്ട്, കുക്കു കുക്കു, ആ പാട്ടൊന്ന് പാടാം. അത് ആദ്യം പാടുന്നതിന് മുമ്പ് നമ്മുടെ ആ സമയത്ത് ഉണ്ടായ സാഹചര്യം എന്തോ? അത് ഇലക്ഷൻ ആയിരുന്നു. ഞാൻ അന്ന് ഈ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കും. ഇലക്ഷൻ ആണെങ്കിൽ ഇലക്ഷൻ, ഓണം അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇലക്ഷൻ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷന് പാരഡികൾ ഉണ്ടാക്കാറുണ്ട്. അന്നത്തെ ആ സമയത്ത് ഹിറ്റായ പാട്ടുകൾ വെച്ചിട്ട് അന്ന് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പാട്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പാട്ട് പാടാം. അന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് എഴുതിയതാണോ അതോ? അല്ലല്ല, നമ്മൾ കണ്ടന്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു, അയാൾക്കൊരു പ്രചരണ സംഗീത ഗാനം വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയത് ഒരു കണ്ടന്റ് ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. കുത്തു കുത്തു നമ്മുടെ ചിഹ്നം തീപ്പട്ടി, കുത്തു കുത്തു നമ്മുടെ ലീഡർ സുഗുണണ്ണൻ, കുത്തു കുത്തു സുഗുണണ്ണൻ ഇഷ്ടപാനീയം ചിക്കു ചിക്കു, ആളെ മറക്കല്ലേ തങ്കമ്മേ നീ, വോട്ടറു പൊന്നമ്മേ നീ, മോളിലെ റോഡൂടെ ടാറിടാമേ, എന്തോരു വെപ്രാളമേ. അങ്ങനെ പിന്നെ എന്നാലും എല്ലാരും വായോ വായോ 1-ാം തീയതി അമ്മാവനും അമ്മായിക്കും 10-ാം നമ്പർ ബൂത്താണ്. ഓ പൊളി. അങ്ങനെയായിരുന്നു. കുറച്ച് വരെയുണ്ട്, ബാക്കി മറന്നു. മച്ചാനെ പൊളി കേട്ടോ, ഒന്നും പറയരുത്. നിങ്ങളെപ്പോലെ നിങ്ങളെ ഉള്ളു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ പാടി, കരോളിൻ്റെ പാടി. ഇപ്പം നിലവിൽ കരോളിൻ്റെ വൈറലായിട്ടൊരു വീഡിയോ ഉണ്ട്, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള നീലനിലവേ എന്ന് പറഞ്ഞാൽ. നീലനിലവ് എന്നുള്ള പാട്ട് അജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഞാൻ നാട്ടിൽ സമയമില്ലാത്തതുകൊണ്ട് പുള്ളിയാണ് ഈ പാരഡി എഴുതിയത്, നീലനിലവേ എന്നുള്ള പാട്ട്. അപ്പോൾ ആ ക്രെഡിറ്റ് നമ്മൾ പുള്ളിയാണ് ആ പാട്ട് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ? ഇവക്ക് ഏതോ ഒരു പാട്ട് വേണമെന്ന് താൻ പറയണ്ടോ? നീലനിലവിൽ ബത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ യേശു പിറന്നു, കണ്ടു നിന്നൊരായിടയരും നിന്നെ വാഴ്ത്തിയില്ലേ, അരികിൽ നിന്ന് മാലാഖയും സ്തുതിച്ചു പാടിയില്ലേ, ഈ ലോകം നിന്നെ അറിയാതെന്നോ കുരിശിൽ കേറ്റിയില്ലേ യേശുവേ. എന്നെ കുരിശിൽ കേട്ടായിരുന്നു അത് കണ്ടിട്ട്. ഇതിന്റെ ഒരു കഥ ഉണ്ടാകുന്നത് എങ്ങനെയാ? ശരിക്കും അങ്ങനെ ഒരു പ്രണയിനി? ഇത് നോർമലാണ്. ഇപ്പൊ ഏത് കരോളിന് പോയാലും പെൺകുട്ടികളുള്ള വീട്ടിൽ പോകുമ്പോൾ പാടാൻ. അപ്പൊ അതായത് അവന്റെ ലൈനുള്ള സമയത്ത് അവൻ ഫാദർ, അവൻ ഫാദർ ആവണം, അവന് പെർഫോം ചെയ്യണം, അവനവിടെ സ്റ്റാർ ആവണം.
അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. അതിപ്പോൾ നോർമലി ഒരുമാതിരിപ്പെട്ട ക്ലബ്ബ് കരോളുകളിലെല്ലാം ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും മനസ്സിൽ വരാൻ കാരണം പണ്ടൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഒരു ചെറുപ്പം മുതലേ കരോൾ, ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുന്നേ വരെ ഞങ്ങൾ കരോളിന് പോകുമായിരുന്നു. എല്ലാ വർഷവും പോകുമായിരുന്നു, രസമായിരുന്നു ഫ്രണ്ട്സ് എല്ലാം കൂടി. ഇപ്പോൾ പലരും അവിടെ നാട്ടിലില്ല, ഗൾഫിലാണ്. പിന്നെ ഇപ്പം നമ്മുടെ അടുത്ത തലമുറയുടെ കൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേരുടെ കൂടെ ഞാൻ ഇപ്പോഴും വിരമിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, ആ പിള്ളേരോട് പോകുമ്പോൾ തന്നെ ഒരു സന്തോഷം തന്നെ അല്ലേ? അങ്ങനെ അതിൻ്റെ കഥയുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താത്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇടണമെന്ന് വിചാരിച്ചിരുന്നതാണ് നമ്മുടെ ഈ കരോൾ വീഡിയോയ്ക്കകത്ത്. അപ്പം ഞങ്ങളൊരു ദിവസം നമ്മൾ ഈ മുള കൊണ്ട് സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിൽ പേപ്പർ ഒട്ടിച്ചു കൊണ്ടുപോകും. എന്നിട്ട് നടുക്കിങ്ങനെ ചിരട്ട വെച്ചിട്ട് അതിനകത്ത് മെഴുകുതിരി കൊടുക്കും. അതാണ് അതിൻ്റെ വെട്ടം. അപ്പം ഞങ്ങളിങ്ങനെ ഒരു രാത്രി പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പള്ളിയെടുത്ത് സെമിത്തേരിയുടെ അടുത്തുള്ളൊരു വീടായി. അപ്പോൾ അവർ വന്നിട്ട് ഫുൾ ഗേറ്റ് തുറന്നില്ല, അത് ചെറിയൊരു ഗേറ്റ് കാണുമല്ലോ, അത് മാത്രം തുറന്നിട്ട് ഫുൾ ഗേറ്റ് തുറക്കണ്ടെന്ന് പറഞ്ഞു. അതിൽ കൂടെ കയറി വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാം കയറിപ്പോയി. ഈ സ്റ്റാറുകാരന് വരാൻ പറ്റില്ലല്ലോ, അകത്തോട്ട് ഇങ്ങനെ ചരിച്ച് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ വെളിയിൽ നിൽക്കുവാണ്. അപ്പോൾ പെട്ടെന്നൊരു പട്ടി കുരച്ചത് ഇവൻ പേടിച്ചിട്ട് ഈ സ്റ്റാർ വലിച്ചോട്ട് ഒറ്റ അകത്തോട്ട് കയറില്ല. പിന്നെ നമ്മൾ കാണുന്ന ഒരു വീട്ടിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റാർ ഇങ്ങനെ കത്തു വന്നു. രാത്രി സ്റ്റാർ ഇങ്ങനെ കത്ത്, ഭയങ്കര വെട്ടമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ സ്റ്റാർ കത്തിപ്പോയി. നമുക്ക് വേറെ ഈ പെട്രോൾ മാക്സും പരിപാടിയൊന്നുമില്ല, ഈ സ്റ്റാറിനകത്തുള്ള ഒറ്റ വെട്ടത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവനെ എല്ലാവരും ചീത്ത വിളിക്കുക, നീ കാണിച്ചാണ്, നീ ഇറങ്ങിപ്പോകും, നീ നാശമാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനൊരു ഐഡിയ പറഞ്ഞു, നമുക്ക് ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് പത്രപ്പേപ്പർ ഉണ്ടല്ലോ, അത് മേടിച്ച് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് തൽക്കാലം ഇപ്പോൾ അന്നെന്തോ 5 വീടങ്ങാണ്ട് ആയതേ ഉള്ളൂ ഈ സ്റ്റാർ കത്തിയപ്പോഴത്തേക്ക്. നമുക്ക് തുടർന്ന് ഇനി സ്റ്റാറും വേണം. അപ്പോൾ അന്ന് ഈ 5 രൂപ 2 രൂപ 10 രൂപ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഏതോ ഒരു വീട്ടിൽ കയറിയിട്ട് പേപ്പർ മേടിച്ച് ഒട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ എല്ലാം സെറ്റായി. വീട്ടിൽ കയറാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഈ മെഴുകുതിരി കത്തിച്ചപ്പോൾ ഫ്രണ്ടിൽ വലിയൊരു ആദരാഞ്ജലികൾ ഈ പത്രത്തിനകത്തിലെ സാധനം ഇങ്ങനെ കത്തി നിൽക്കുക. ഓ, ഇതാ ഫ്രണ്ടിൽ വന്നത് ഒരു അതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് പിന്നീട് കഥകളാക്കി. പിന്നീട് നമ്മളിത് അതിന് സ്കിറ്റിന്റെ ഭാഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇതിനകത്ത് ചെയ്യും. ഈ പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ കരോളിറങ്ങും വായി നോക്കിയിട്ടൊക്കെ ഉണ്ടോ? പിന്നെ അത് ഉണ്ട്, തീർച്ചയായിട്ടും. അതാരാ നോക്കാത്തേ അല്ലേ? അതെല്ലാവരും നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ ഒരു അനുഭവം പറയാമോ? വല്ലതും പണി കിട്ടിയ തെറിവിളി വല്ലതും ഉണ്ടായിട്ടുള്ളത്? പണ്ട് തെറിവിളി കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ തുറക്കാത്ത വീടിന്റെ ഫ്രണ്ടിലെ ഗേറ്റ് അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കും. പെട്ടെന്ന് തുറക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് സ്ഥിരം വീടുകൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ തുറക്കത്തിൽ നിന്ന് വിചാരിച്ച് ഡാൻസ് കളിക്കും. അതെ, പക്ഷെ പ്രതീക്ഷിക്കുന്ന സമയത്ത് അവർ ജനലിലൊക്കെ പോയിട്ട് ഇങ്ങനെ നോക്കും, അവർ പെട്ടെന്ന് കർട്ടൻ മാറ്റി നോക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊരു ഗ്യാങ്ങിലും കാണുമല്ലോ പാട്ട് പാടാൻ കുറച്ച് പേര്, കൊട്ടാൻ കുറച്ച് പേര്, തമ്പേർ പിടിച്ചു കൊടുക്കാൻ കുറച്ച്. അത് ഇന്നും ഉണ്ടായിരുന്നു. നമ്മൾ കരോൾ വീഡിയോ ചെയ്തപ്പോഴേ നമ്മൾ ഓൾറെഡി തലേദിവസം പ്രാക്ടീസ് ചെയ്തായിരുന്നു. ലിപ്പ് നമ്മൾ ഓൾറെഡി റെക്കോർഡിങ് സാധനമല്ലേ ഇടുന്നത്, ഇത് സിങ്ക് ആകാൻ വേണ്ടി. ഹരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവനെല്ലാം പഠിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബബിൾ കഞ്ച വെച്ച പോലെ കാണിക്കുമായിരുന്നു പാട്ട് പാടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പാട്ട് പാടാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും വെറുതെ വരുന്നവർ. ഇപ്പം ശ്രീകാന്ത് വെട്ടിയാർ ഒരാളെ കാസ്റ്റ് ചെയ്യാൻ നേരത്ത് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നോക്കുന്ന കാര്യം നമ്മുടെ ഒരു വൈബിന് പറ്റിയ ആൾക്കാരാണോന്നാണ് ഫസ്റ്റ് നോക്കുന്നത്. പിന്നെ അതെ, ഞാൻ ചിലപ്പോൾ റീൽസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർ റീൽസ് നോക്കും. അല്ലാത്തവരാണെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മളോട് മിങ്കിൾ ചെയ്യുമ്പോൾ ഒരു തമാശ പറയുന്നതൊക്കെ നമ്മൾ കാണും. അല്ലെങ്കിൽ സംസാരിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവർക്കൊരു നല്ല ഡയലോഗ് ഡെലിവറി ഉണ്ട് നമുക്കറിയാൻ പറ്റും. അങ്ങനെയാണ് അതിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുമുണ്ട് അല്ലേ? അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ജയിലിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, നമ്മുടെ സൗമ്യ മാവേലിക്കാരെ എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇവരെയൊക്കെ കാസ്റ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? കാരണം ശ്രീകാന്ത് വെട്ടിയാറിന്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് കറക്റ്റ്. അതായത് സൗമ്യ ചേച്ചി മഞ്ജു ചേച്ചിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയാണ് സൗമ്യ ചേച്ചി കാസ്റ്റ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നല്ല തരംഗമായിട്ട് നിൽക്കുകയാണല്ലോ സൗമ്യ ചേച്ചി, അങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ സതീഷ് ഓൾറെഡി സുരേഷ് ഗോപിയുടെ സൗണ്ട് ഇമിറ്റേറ്റ് എൻ്റെ കൂടെ ചെയ്താണ് സതീഷ് എന്നാണ്. അങ്ങനെ എനിക്ക് ഓൾറെഡി ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നിലവിലിപ്പം വെട്ടിയാരിനേക്കാൾ ഫാൻ ബേസ് അമ്മയ്ക്കാണ്. അമ്മയെ അങ്ങ് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. ടൈമിങ് ഡയലോഗ് പറയുന്നു, അഭിനയിക്കുന്നു. ശരിക്കും അമ്മയെ ഇതിലോട്ട് കൊണ്ടുവന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവ് അമ്മയ്ക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെ? ഒന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാം നാട്ടിലുള്ള ഇപ്പം നമ്മുടെ കൂടെ വന്ന് ഇവിടെ ഇരിക്കുന്ന ആളല്ലേ, എല്ലാം നമ്മുടെ നാട്ടിലുള്ള ആളുകളെല്ലാം അഭിനയിക്കുന്നത്. പുറത്തുനിന്ന് അങ്ങനെ വിളിക്കുന്നു. പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ കുറവാണ്. അതെല്ലാം ഈ വരുന്നതും പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എൻ്റെ സുഹൃത്തുക്കളാണ്, നാട്ടിലുള്ളവരാണ്. ഇപ്പോൾ കരോളിനകത്തെല്ലാം നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് അഭിനയിക്കുന്നത്. അമ്മ വന്നത് പെട്ടെന്ന് വീട്ടിലുള്ള ആൾ, പിന്നെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടാത്ത ആൾ എന്നുള്ള നിലയിലാണ് അമ്മ വന്നത്. അമ്മയ്ക്ക് പൈസ കൊടുക്കേണ്ടല്ലോ, അപ്പോൾ പൈസ വയ്ക്കത്തില്ല. അങ്ങനെയാണ് അമ്മ വന്നത്. അമ്മയ്ക്ക് ആദ്യം ഭയങ്കര നാണക്കേടായിരുന്നു. അതായത് നാട്ടുകാരെന്ത് പറയും, അഭിനയിക്കാൻ പറയുമ്പോൾ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഷെഡുണ്ട്, അവിടെ പോയി ഒളിച്ച് നിന്നിട്ട് ഡയലോഗ് പറയും, എടാ അവർ കാണും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അമ്മയ്ക്ക് അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയി വന്നു അഭിനയിക്കുക. ഇപ്പം അമ്മ നന്നായിട്ട് ഡയലോഗ് ഡെലിവറി അങ്ങനെ നാച്ചുറലായിട്ട് അഭിനയിക്കാറുണ്ട്.
അമ്മയ്ക്ക് നമുക്ക് ഇപ്പോൾ നോർമലി ഒരു ഡയലോഗ് കൊടുത്ത അമ്മയുടേതായ രീതിയിൽ പറഞ്ഞ ആ ഡയലോഗ് കയറ്റും. ചിലരാണെങ്കിൽ അത് നശിപ്പിക്കും. അമ്മ കയ്യിൽ നിന്ന് ഇടുവല്ലോ? കയ്യിൽ നിന്ന് അങ്ങനെ ഇടാറില്ല അമ്മയ്ക്ക് നമ്മൾ എഴുതി സ്ക്രിപ്റ്റഡ് ആണ്, നമ്മുടെ ഷൂട്ടെല്ലാം സ്ക്രിപ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഒരുപാട് വീഡിയോ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ അമ്മയും മോനും ആറാടിയ ഒരു ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്. പിന്നെ മണി അടിക്കുന്നു. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. വീഡിയോ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഗൾഫിലാ, ഞാൻ അതിനെ നോക്കുന്നത്. നിന്റെ കയ്യിലൊരു കളിപ്പാട്ടം ഇരുന്നു, ഇവന്മാരും രണ്ടോടെ തല്ലി പൊട്ടിച്ചു. ഇപ്പൊ ഒന്നും കഴിക്കുന്നുമില്ല, കരച്ചില്ല. ഞാനല്ലേ ഈ മഹാവിയ സാർ 100 രൂപ കൊച്ചിന്റെ കളിപ്പാട്ട് പൊട്ടി എന്താണ് പൊട്ടി സാറിന് സംസാരിച്ചുണ്ടോ സാർ? അപ്പൊ ഈ കൊച്ചി ഒന്നും കഴിച്ചില്ല? ചോറ് എടുത്തോട്ടോ. ഷുഗർ ഉള്ള ഞാൻ ഉച്ചയ്ക്ക് കഴിക്കത്തില്ല. നിന്നെ തീറ്റിക്കാടാ ചോറ്. തിരിച്ച് ഇതുപോലെ കൈമണിയില്ല. കൈമണിയോ? സാറെ വിജിലൻസുകാർ പിടിച്ചിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. അതല്ലേടോ, മറ്റേ ശിങ്കാരി മേളക്കാരെ പിടിച്ചില്ല കൈമണി. അത് എടുത്തോണ്ടോ? കരയണ്ട, ഇപ്പം ചോറ് കൊണ്ടുവരും കേട്ടോ. ചോറ് മറ്റേ കൊടുത്ത് മണി മറ്റേ കൊടുത്ത്. സാറേ ഒരു മിനിറ്റ് കൊടുക്കാൻ ചോറ് കൊടുക്കും. അടിക്കടാ, കുറങ്ങനെ പോലെ അടിക്കടാ. കീ കൊടുക്കണം. കൊടുക്കടാക്കി. നീ ഇല്ലേ കീ ഓർത്തി പിന്നെ കൊണ്ടുവരെ ചെയ്യിക്കുന്നു. കൊടുക്കടാക്കി അടിക്കടാ. മോനെ ഇനി ചോറ് വേണോ? അടിക്കടാ, കൊടുക്കടാക്കി. പക്ഷേ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പ്രത്യേകം നമുക്ക് ആ വ്യക്തിയെ അറിയത്തില്ലെങ്കിലും ഇത് അടിച്ചവനോട് പേര് ശരത് എന്നാണ്. പുള്ളി ഓൾറെഡി ഇത് ഇങ്ങനെ ചെയ്യും, അത് നമുക്ക് നേരത്തെ അറിയാം. അതിങ്ങനെ പുള്ളി ഓൾറെഡി ശിങ്കാരി മേളത്തിനും നമ്മുടെ മത്തായി സുനിൽ എന്ന് പറഞ്ഞ നാടൻപാട്ട് കലാകാരനുണ്ട്. ഇവരോടൊക്കെ ട്രൂപ്പിൽ ചെണ്ട അടിക്കുന്ന ആളാണ് പുള്ളി. അപ്പോൾ പുള്ളി എനിക്കറിയാം, എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്താണ്. ആ പുള്ളി ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം. അങ്ങനെ ആ കണ്ടന്റ് വന്നപ്പോൾ പുള്ളി അതിലേക്ക് ആഡ് ചെയ്യുമായിരുന്നു. പക്ഷെ പുള്ളിയുടെ പകരം വേറെ ഒരാളും എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓൾറെഡി എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അതിന് ആ ഒരു പെർഫെക്ഷൻ വേണം, പിന്നെ അതിന് സപ്പോർട്ട് വേണം. കാലും മുഖവും. അതെ അതെ, ഇത് ഓൾറെഡി പുള്ളി പണ്ട് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് ഒക്കെ വരുന്ന സമയത്ത്. ഈ സെയിം കണ്ടന്റാണോ? സെയിം കണ്ടന്റ്, ആ മണി അടിക്കുന്ന കണ്ടന്റ്. പക്ഷെ അന്ന് നമ്മളൊന്നും അത്ര ഈ ഫേസ്ബുക്ക് വരുന്ന സമയം അത് വെട്ടിയാരിലൂടെ ഫേമസ്. അതെ അതെ, ആ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാതെ പുള്ളി ഇത് കാണിക്കുന്ന എനിക്ക് അറിയായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ അമ്മ അങ്ങ് ജീവിക്കും. അമ്മ അതിനകത്ത് ചിരിക്കുവാണ് ശരിക്കും. ആ വീഡിയോ കണ്ടിട്ട് അമ്മയ്ക്ക് ചിരി നിർത്താൻ പറ്റിയില്ല. പോലീസുകാരനായിട്ടൊക്കെ എങ്ങനെ കൊണ്ടുവന്നേ? പോലീസ് എന്ന് പറഞ്ഞ ആള് നമ്മുടെ ഫ്രണ്ടാണ്, ലാലെന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി അവിടെ പള്ളിപ്പാട് 2ാം വാർഡിലെ മെമ്പറാണ്. ഇപ്പം തന്നെ ആ ഒരു കണ്ടന്റ് എത്ര വീഡിയോ ശ്രീകാന്ത് ചെയ്താലും അത് പിൻ ചെയ്തിട്ടേക്കുക. അതെ, അതിടാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെവിടെ പോയാലും ഇപ്പം നേരത്തെ ആ KGF ഒക്കെ ആയിരുന്നു, KGF-ന്റെ സ്പൂഫൊക്കെ ആയിരുന്നു കൂടുതൽ ആളുകൾ പറയുന്നത്. ഇപ്പം ഈ വീഡിയോ ആണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അത് കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ നേരമൊക്കെ ഇത് കാണിക്കും നമ്മുടെ വീടുകളിലൊക്കെ. അങ്ങനെ ഓരോരുത്തരൊക്കെ പറയാറുണ്ട്. മച്ചാനൊക്കെ ഫേസ്ബുക്കിൽ തുടങ്ങുന്ന സമയത്തെ എനിക്ക് ഈ ശ്രീകാന്ത് വെട്ടിയാർ ആരാ എന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനന്ന് റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നപ്പോൾ ഒരു വീഡിയോ എൻ്റെ അടുത്ത് ഒരാൾ അയച്ചു തന്നിട്ട് പറഞ്ഞു, നീ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു. ഏതാ മറ്റേ ബണ്ണിൻ്റെ അപ്പം മച്ചാനെ ഇത് മച്ചാനാണ് ചെയ്തതെന്നും മച്ചാൻ്റെ സൗണ്ട് ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ട് പറഞ്ഞാൽ ഇതാരും ചെയ്യാത്ത കണ്ടല്ല, ഇങ്ങനെ ആ പണ്ടത്തേണ്ടി അവനെന്നെ ചതിച്ചതാണ്. അവൻ എന്നോട് പറഞ്ഞത്, എടാ ആരും ചെയ്യാത്ത സാധനം നീ അടിച്ചോ. അപ്പൊ ഞാൻ വീടിനടുത്തോട് ഏറ്റവും ഹിറ്റ് വീഡിയോ, വൈറലായ വീഡിയോ, ഇത് എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ വീടിനടുത്ത് പയ്യൻ പല്ല് വെച്ചോണ്ടിരിക്കും, ഒച്ച കിടക്കനാ. ഞാൻ പറഞ്ഞു നീ തേക്കിൽ നിർത്ത്, ജസ്റ്റ് 2 പേര് ആ അവന്റെ വീടിന്റെ റോഡിന്റെ ഫ്രണ്ടിൽ നമ്മള് സെയിം കണ്ടന്റാ ചെയ്തേക്കുന്നത്. സെയിം സംഭവം. ഒരു പയ്യൻ ഇരിക്കുന്നു, ഞാൻ പന്നെടുക്കുന്നു. KGF-ന്റെ സ്പൂഫായിരുന്നു. ആ സ്പൂഫിലൂടെയാണ് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ കയറിയത്. അത് ഞാൻ ഇടുന്ന സമയത്ത് 2000 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞൊരു 19,000 സബ്സ്ക്രൈബേഴ്സ് വന്ന വീഡിയോ അത്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയത് കമന്റിലൂടെ ഇവൻ ഫ്രഷാണെന്ന് പറഞ്ഞ് തന്ന സാധനമാ ഇത്. ഞാൻ അവനെ അയച്ചപ്പം വെട്ടിയാര് വെട്ടി. അപ്പം അവൻ പറഞ്ഞടാ ആ പുള്ളി ചെയ്തതാ, ആ നീ എന്തായാലും ചാമ്പിക്കോളാൻ പറഞ്ഞു. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കട്ടെ, ഞാനും അപ്പം ഇങ്ങനെ ചെയ്തേ. സ്വാർത്ഥതയുടെ പുറകെ ഓടുകയാണ് ഈ ലോകം. 8 ഷൂ പോളിഷ് ചെയ്യുമ്പോഴായിരുന്നു എനിക്ക് 9ാമത്തെ ഷൂ കിട്ടുന്നത്. ഇത്രയും ചെറിയ ഒരു ബന്നിനു വേണ്ടി നീ ഇത്ര കഷ്ടപ്പാട് സഹിക്കുന്നുണ്ടെങ്കിൽ നീ എന്തൊരു ബന്നുമതിയിലാണ് നിന്നെ വന്നേക്കുന്നു. ഇത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഓഡിയൻസ് ഒക്കെ വളർന്ന ഒരു വീഡിയോ ആണ് KGF-ന്റെ. ആ പയ്യൻ ഭയങ്കര ഫേമസ് ആയിരുന്നു കേട്ടോ, മീൻസ് നാട്ടില്. അവൻ പറഞ്ഞു ഞാൻ അഭിനയിച്ചു തകർത്തു. അപ്പൊ ആ മച്ചാനാണത് ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു ബണ്ണിലോട്ടോ അല്ലെ KGF-ന്റെ ആ സ്പൂഫ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? KGF-ന്റെ സ്പൂഫ് ചെയ്യാൻ ആദ്യം ഞാൻ KGF കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഡയലോഗുകൾ ഒരു പ്രത്യേക മോഡുലേഷൻ ആയിരിക്കുമല്ലോ ഡയലോഗ്. കാരണം
ഒരിക്കലും സംഭവിക്കാത്ത 10 പേരെ എത്ര പേരെ കൊന്നു എന്നൊക്കെ ഒരാൾ വന്ന് ചോദിക്കുന്നത് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പൊ ഒരു തോക്ക് വെളിയിലിട്ടിട്ട് മണ്ണ് തേച്ച് അതായത് 100 പേരെ കൊന്നു വൈകിട്ട് പറയാം എത്ര പേരെ കൊന്നെന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. അപ്പോൾ ഞാനിത് ഞങ്ങളുടെ 2 സുഹൃത്തുക്കളോട് പറഞ്ഞു നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ചെയ്യണ്ട, ഇതൊന്നും ആർക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളന്ന് അത് ഉപേക്ഷിച്ചിട്ട് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും അത് ചെയ്തേക്കാം, അത് മനസ്സിൽ നമുക്ക് പോകുന്നില്ല, അത് ചെയ്ത് കളഞ്ഞേക്കാം, ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അന്ന് നമുക്ക് അത്ര വലിയ ഓഡിയൻസ് ആയിട്ടില്ല. അങ്ങനെ ചെയ്തപ്പോഴാണ് അത് ഭയങ്കര ഒരു ഇത് കിട്ടി. ഇൻസ്റ്റയിലൊക്കെ അത് ഹിറ്റായത് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ എഴുത്തൊക്കെ ഡയലോഗ് ആര് തന്നെ? ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ഞാൻ എഴുതും. ഒന്നരാണ് ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിക്കുന്നേ വരുത്തുള്ളൂ. KGF ബണ്ണല്ലാതെ കുറെ വീഡിയോസ് ഇറക്കി കുറെ ഉണ്ട്. അതായത് മറ്റേ കത്തി ഇത് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഡയലോഗ് 2 വരി പറയാമോ? ഇപ്പോഴും അതായത് റോക്കി ബായ് തിരിച്ചു വന്ന് പറയുന്ന കോട്ടക്കിട്ടുണ്ടെന്ന് പറയും. അന്ന് മുംബൈക്ക് അറിയില്ലായിരുന്നു അവർ തട്ടിക്കളിക്കുന്നത് ഇരുമ്പിനെയാണെന്ന്. ഉലയിലൂതിയ ഇരുമ്പിനെ അവർ കത്തിയാക്കി. എന്നിട്ട് പുള്ളി 3 കത്തി എടുക്കും. അങ്ങനെയുള്ള 3 കത്തി 200 രൂപ. റോക്കി ബായിക്ക് കത്തി കച്ചവടമാണ്. അങ്ങനെ ഒരു സാധനം. അങ്ങനെ എനിക്ക് തോന്നുന്നു യൂട്യൂബിന് മുമ്പ് ശ്രീകാന്ത് വെട്ടിയാറിനെ ലോകത്ത് അറിയിച്ചത് ഫേസ്ബുക്ക്. അല്ല, ഞാൻ മെയിനായിട്ട് ഫേസ്ബുക്ക്. അതിനൊക്കെ ഒത്തിരി ശേഷമാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങിയത്. അങ്ങനെ യൂട്യൂബിലോട്ട് വരുന്നു. ആദ്യം കിട്ടിയ വരുമാനം കൊണ്ട് എന്ത് ചെയ്തേ? ആദ്യം കിട്ടിയ വരുമാനം കൊണ്ട് ഒരു ട്രൈപോഡ് മേടിച്ച. ചെറിയ ട്രൈപോഡ് മേടിച്ച. അഭിനയിക്കുന്ന ട്രൈപോഡ് ഇല്ലായിരുന്നു നമുക്ക് അന്ന്. തുച്ഛമായി $100 എങ്ങാണ്ട് കിട്ടിയുള്ളൂ അന്ന്. $100 എത്ര 7000 അത്ര രൂപയേ ഉള്ളൂ. അതിന് ചെറിയ ഒരു ട്രൈപോഡാണ് മേടിച്ചത്. ഇത്രയൊക്കെ വീഡിയോ ചെയ്യുന്നു, ഒരുപാട് ആൾക്കാരെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഈ അമ്മയിലോട്ട് എനിക്ക് വീഡിയോ ചെയ്യണം, അല്ലെ അമ്മയെ എൻ്റെ വീഡിയോയുടെ കൂടെ നിർത്തണം എന്ന് തോന്നിച്ച സന്ദർഭം എപ്പോഴാണ്? അമ്മ പെർഫോം ചെയ്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ മനസ്സിലായി അമ്മ ഓക്കെ ആയി എന്നുള്ളത്. അമ്മ നന്നായിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്യും, നാച്ചുറലായിട്ട് ചെയ്യും. അതെ, അമ്മ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറിയ സാധനം എഴുതി അമ്മയ്ക്ക് കൊടുത്താലേ അത് അമ്മയുടേതായ രീതി പറയുമ്പോൾ നല്ല രസമായിരിക്കും കേൾക്കാൻ. അതാണ് അതിൻ്റെ ഒരു. ഫസ്റ്റ് അമ്മയും കൊണ്ട് ചെയ്ത വീഡിയോ ഏതാ? അമ്മ ഫസ്റ്റ് ചെയ്യുന്നത് അമ്മ ചെറിയ ഫസ്റ്റിൽ KGF സ്പൂഫാണ് അമ്മ അതിനകത്ത് പറയുന്നത്. ഇത് റോക്കി ബായിക്ക് പനി പിടിച്ചു കഴിയുമ്പം ഹോസ്പിറ്റലിൽ പോകാതെ വീട്ടിൽ ഇരിക്കുക പുള്ളി. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ 2 പേര് വേണമല്ലോ ഹോസ്പിറ്റലിൽ. പുള്ളി ഒറ്റയ്ക്കേ പോകത്തുള്ളൂ, മോൺസ്റ്റർ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ച് വീട്ടിൽ ഇരിക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നത് ഇതുപോലൊരു മോൺസ്റ്റർ എൻ്റെ വയറ്റിൽ പറഞ്ഞല്ലോ എന്ന്. അതെ, അല്ല റോക്കി ബായിയെ പറ്റി മനസ്സിലായി. അങ്ങനെ അതാണ് അമ്മയുടെ ആദ്യമായിട്ട് ആ ഡയലോഗ് ഇപ്പോഴും ആൾക്കാർ പറയാറുണ്ട്. പിന്നെ മൊത്തത്തിൽ അമ്മയാ. പിന്നെ അത് കുറച്ച് ശേഷം പിന്നെ അമ്മ നന്നായിട്ട് ചെയ്തു തുടങ്ങി. ഇപ്പം വെട്ടിയാറിൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്, ഇതൊക്കെ വലിയ സംഭവമാണോ, ഇത് എഴുതി പിടിപ്പിച്ച് ആർക്കും അവതരിപ്പിക്കാൻ എളുപ്പമാണ്. ഇന്ന് ഈ കാണുന്ന പ്രേക്ഷകരോട് ഇതിന്റെ കഷ്ടപ്പാടിനെ പറ്റി എന്തോ പറയുള്ളൂ. ഇപ്പൊ ഞാൻ കാണുന്നുള്ളൂ. അതെ, ഇപ്പൊ ഞാൻ മാത്രമല്ല, ഒരു റീൽസ് ഉണ്ടാക്കാൻ വരെ ഭയങ്കര പാടാണ്. ചിലരൊക്കെ ഒരു 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ചിലരൊക്കെ ഒരു റീലൊക്കെ എടുക്കുന്നത്, ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്ത്. അപ്പൊ എല്ലാത്തിനും അതിന്റെ ബുദ്ധിമുട്ടാണ് ഷൂട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇതിന് ശരിക്കും പൈസ ചെലവൊക്കെ ഉണ്ടോ? പിന്നെ ക്യാമറ, എഡിറ്റ്, നമ്മുടെ ഫുഡ്, വരുന്നവരുടെ ഫുഡ്, പിന്നെ പേയ്മെന്റ്, വരുന്നവരുടെ പേയ്മെന്റ്. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടംപോലെ വരാറുണ്ട്. എടുത്തോണ്ട് പോടാ നിന്റെ വീട് ചളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നോക്കത്തില്ലേ? അതൊക്കെ പണ്ട് നമുക്ക് ആദ്യ സമയത്തൊക്കെ വിഷമം ഉണ്ടാവുമായിരുന്നു. പിന്നെ പ്രശ്നമില്ല. അത് അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് എഴുതുന്നവരോട് എന്തോ പറയാനുള്ളൂ ഈ സന്ദർഭത്തിൽ? ഒന്നും പറയാനില്ല. ഞാനത് അവിടെ ഡിലീറ്റ് ചെയ്യാറൊന്നുമില്ല. അവിടെ തന്നെ കിടന്നു. ഒത്തിരി തെറിയൊക്കെ എഴുതി മറ്റുള്ളവർക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യും. തെറിയൊന്നും മൈൻഡ് ചെയ്യല്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ നമ്മുടെ ഒരു പബ്ലിക് ഒരു ഏരിയ അല്ലേ, നമ്മുടെ കമന്റ് ബോക്സ് ആണല്ലോ. അപ്പോൾ എൻ്റെ കുട്ടികളും എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒത്തിരി തെറിയൊക്കെ എഴുതി വെക്കുന്നത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. പിന്നെ എന്നെ വഴക്ക് പറയുന്നതൊന്നും ഞാൻ കളയാറില്ല. മനസ്സിലായി. ഇപ്പം ഇത്രയും ഫേമസ് ആയിട്ട് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ശ്രീകാന്ത് വെട്ടിയാറിനോട് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാ, പ്രപ്പോസലൊക്കെ വരാറുണ്ടോ? സത്യമായിട്ട് അങ്ങനെ അധികം കുറച്ചൊക്കെ തള്ളല്ലേ? കുറച്ചൊക്കെ, അല്ല അധികം വരാറില്ല. അപ്പോൾ ഉടനെ ഒരു കല്യാണം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം വെട്ടിയാറിൻ്റെ? ഇല്ല, തീരുമാനിച്ചിട്ടൊന്നുമില്ല. കല്യാണം കഴിക്കത്തില്ലെന്നൊന്നുമില്ല. ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. പിന്നീട് നമുക്ക് തോന്നുവാണെങ്കിൽ കഴിക്കുമെന്നുള്ള ഒരു രീതി. ഇപ്പോൾ ആഗ്രഹം എന്തോ മുന്നോട്ട് സിനിമ എഴുതുക എന്നുള്ള, ഡയറക്ഷൻ അല്ല, സിനിമ എഴുതുക, സ്ക്രിപ്റ്റ് എഴുതുക എന്നുള്ള. അഭിനയിക്കണമെന്ന് താല്പര്യമില്ല? അഭിനയിക്കണമെന്നുണ്ട്, പക്ഷെ മെയിനായിട്ട് സ്ക്രിപ്റ്റ്. ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയാണ് വന്നത്, ഞാൻ പറഞ്ഞില്ലേ. അത് പിന്നെ നമ്മൾ തന്നെ അങ്ങ് അഭിനയിച്ച് തുടങ്ങിയതാണ്, വേറൊരു ആർട്ടിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അഭിനയിച്ച് പോയതാണ്. ഞങ്ങൾക്ക് അതേപോലെ അറിയാനുള്ള വേറെ ഒരു ആഗ്രഹമാണ്, എത്ര മാസം വരുമാനമുണ്ട് വെട്ടിയാറിന്? എനിക്കങ്ങനെ വലിയ വരുമാനമില്ല, സത്യമായിട്ട് വരുമാനം. കാരണം ഞാൻ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അധികം വീഡിയോസ് ഇടാറില്ല. നമ്മൾ കണ്ടന്റ് എഴുതി, നമ്മൾ അല്ല വ്ളോഗ് പോലെ ആകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ഈ തമാശ ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞാൻ 4 വീഡിയോ ഒക്കെ ഇടാറുള്ളൂ. നമുക്കധികം വരുമാനമില്ല. നമുക്ക് പിന്നെ പൈസ കിട്ടുന്ന ഈ ആടുകളൊക്കെ വഴിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള പൈസകൾ കിട്ടുന്നത്, അല്ലെങ്കിൽ തുച്ഛമായ പൈസ കിട്ടാറുള്ളൂ നമുക്ക്. ഈ എഴുത്ത് അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ് വെട്ടിയാരാ? ആടിനെ നോക്കും? ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ പൂച്ചയും പട്ടിയുണ്ട്, അതേ ഉള്ളൂ. ആടില്ല. ഇപ്പം നമ്മൾ വീഡിയോ യൂട്യൂബിൽ ആഡ് വരും, അതേ ഉള്ളൂ.
ഇപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അമ്മയും മോനും അത് ശരിക്കും ഞങ്ങളുടെ ആട് ജീവിതമാണ്. യൂട്യൂബിൽ ആടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ. കറക്റ്റ് റിയൽ ലൈഫിലും ആട് ജീവിതം. അതെ അതെ. ഇപ്പൊ വീഡിയോയിൽ നമ്മൾ വെട്ടിയാറിന്റെ അമ്മയുടെയും ആ ഒരു അഭിനയം കാണുമ്പോൾ ഇതുപോലൊരു അമ്മയും മോനും ലോകത്തില്ല. അങ്ങനെ ഒരു അമ്മയുടെ മോനായിട്ട് ജനിക്കാൻ ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഇടാറുണ്ട്. ദൂരെ വഴക്ക അങ്ങനെയല്ല, ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട് എപ്പോഴും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീട്ടിൽ നോർമൽ വഴക്ക്. പേരുന്ന കാരണം എന്തുമായിരിക്കും വഴക്കിന്റെ ഒന്നാമത്തെ കാര്യം, ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വഴക്കിടും. അമ്മ ചിരിക്കും തെറ്റിച്ചിരുന്ന്. അപ്പൊ സമയം പോകുമ്പോൾ ഞാനും അമ്മയും കൂടെ വഴക്കിടാറുണ്ട്. മിക്കവാറും എല്ലാ ദിവസവും വഴക്കിടാറുണ്ട്. അത് ഷൂട്ട് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ആക്ഷൻ പറയുമ്പോൾ ഈ വെട്ടിയാരല്ല. അല്ലല്ല, നമുക്ക് ആ സാധനം വർക്കാക്കി എടുക്കാം. അമ്മയാണെങ്കിൽ എന്നെ കളിയാക്കി ചിരിക്കും. നീ പോടാ, നീ എൻ്റെ മോനാന്നൊക്കെ പറയും. നീ എൻ്റെ അമ്മാവനാവരുതെന്നൊക്കെ. ശരിക്കും അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു മോനെ അല്ലേ. പുറത്തൊക്കെ അമ്മ ഇറങ്ങുമ്പോൾ അമ്മയ്ക്ക് എന്നെക്കാളും ഭയങ്കര, അമ്മയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അമ്മ എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്മയ്ക്ക് അങ്ങനെ ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത വെട്ടിയാലും വലിയ ഹേറ്റേഴ്സ് ഒന്നും ഇല്ല. കുഴപ്പമില്ല. ഇല്ല, ഞാൻ കണ്ടിടത്തോളം ഇല്ല. അപ്പൊ കണ്ടന്റുകൾ കൊണ്ട് നമ്മൾ മലയാളികളെ ചിരിപ്പിക്കുന്ന ശ്രീകാന്ത് വെട്ടിയാർ ഇന്നത്തെ ആ ഒരു ക്രിസ്മസ് വൈബിൽ ഒരു ഗെയിം വേണം അല്ലേ. അപ്പൊ ആ ഗെയിമും ക്രിസ്മസ് വൈബായിട്ട് ബന്ധിച്ചൊരു ഗെയിം അങ്ങ് തരാം. അപ്പൊ എന്താണ് ആ ഗെയിം? എന്തുവാ ആയിരിക്കും? അപ്പൊ ആ ഗെയിം എന്താന്ന് വെച്ചാൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും കൊനസ്റ്റ് ഗെയിം ആയിരിക്കും. ഇല്ല ഇല്ല, നമ്മൾ നോർമൽ ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ ശാന്ത സമാധാനമായിട്ടുള്ള ഗെയിം ആയിരിക്കും അല്ലേ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിക്കും. അപ്പൊ അതിന് ഉത്തരം തെറ്റാ പറയുന്നെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ഫാദർ ആർക്കും മറക്കാൻ പറ്റാത്ത ഒരെണ്ണം തെറ്റിച്ച് പറഞ്ഞാൽ പാൻ്റ് ഇടണം. തെറ്റിച്ച് പറഞ്ഞാൽ പാൻ്റ് ഇടണം. അങ്ങനെ ഇട്ടിട്ട് പാൻ്റുണ്ട്, ക്രിസ്മസ് ഫാദറിൻ്റെ ഷർട്ടുണ്ട്, തൊപ്പിയുണ്ട്. ഇത് മൂന്നും വെട്ടിയാരിട്ടതിന് ശേഷം നമുക്ക് വേണ്ടി ഒരു ഡയലോഗും ഒരു പാട്ടും. റെഡി? അയ്യോ, അപ്പൊ ഇന്ന് കുറച്ച് ടഫ് ചോദ്യങ്ങളാ. കുഴപ്പമില്ലല്ലോ. അതെ, കുസൃതി ചോദ്യങ്ങളല്ലേ? കുസൃതി ചോദ്യങ്ങളാ. ടഫ് ആയിക്കോട്ടെ. ഓക്കെ. ആരും ആഗ്രഹിക്കാത്ത പണം. ആരോപണം. ഓ ഓ, ഇതൊക്കെ ഭയങ്കര പാടാ കേട്ടോ. ഓക്കെ, അടുത്ത് ചോദിക്കട്ടെ. ഞാനല്ലാതെ ആര് പറയാൻ? വേറെ ആരും പറയത്തില്ല. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള ഓപ്ഷൻ വേണോ? ഓപ്ഷൻ തരത്തില്ല. ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഓപ്ഷൻ. കോംപ്ലാൻ കുടിക്കുക. അല്ല 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 അല്ല, ഇത് കണ്ടന്റ് അല്ല മോനെ. ഓക്കെ, അപ്പൊ തെറ്റിപ്പോയി. നമുക്ക് ഫസ്റ്റ് പാൻറ് തുടങ്ങാം അല്ലേ. പാൻറ് ഇപ്പൊ ഇട്ടെ, ഇട്ടോട്ടെ. ഫ്രഷ് പാൻറ്റാ കേട്ടോ. ഇതുവരെ ആർക്കും 15 പേരെ ഇട്ടിട്ടുള്ളൂ. അതൊന്നും കുഴപ്പമില്ലല്ലോ. ഇതാ വെട്ടിയാർ ക്രിസ്മസ് വൈബിൽ ആദ്യം പാൻറ് ധരിച്ചു. പൊളി 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 പൊളി. ഇരിക്കാലോ? ഇരുന്നോ? ഉത്തരം കേൾക്കാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പവഴി എന്ന് ഞാൻ ചോദിച്ചത്. വെട്ടിയാർ തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് ഉത്തരം ഞാൻ പറയാം. പൊക്കം കുറഞ്ഞവരോടെ നിന്നാൽ മതി. എന്തോ ഇതിനൊക്കെ കണ്ടന്റ് എന്ന രീതിയിൽ വെട്ടിയാർ ഇതിന് ഉത്തരം ഇങ്ങനെ കേൾക്കുവാണെങ്കിൽ എന്തും റിപ്ലൈ തരും. എനിക്ക് ഒന്നും ഒഴിച്ച് എന്തെങ്കിലും പറയാം? ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അതുപോലെ നല്ല ഉത്തരവായി. അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം. വിദ്വേഷം. അല്ല 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 അല്ല, ഒരു ഓപ്ഷൻ കൂടെ കൊടുക്കാം അല്ലേ. ഒരെണ്ണം കൂടെ കൊടുക്കാം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം. നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നും പോയി പറയുന്നൊരു സാധനം നമ്മളോട് ഒരു ഗുണവും കാണത്തില്ല. ഉപദേശം. ഓ ഓ, അല്ല എന്തിനാ കൈയടിക്കുന്നു? ഇട്ടു, നീ തെറ്റാ ആദ്യം പറഞ്ഞേ. ഏതാ വിദ്വേഷമോ? അത് ഒന്നുകൂടെ ചാൻസ് തരാന്ന് പറഞ്ഞില്ല. അപ്പൊ ഇത് വേണ്ട. പിന്നെന്തിനാ എനിക്ക് ഒന്നുകൂടെ ചാൻസ് തന്നത്? എന്നെ കൊണ്ട് ഇതിടിക്കാനോ? അപ്പം അതിപ്പോ 2 പോയിന്റ്. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. നല്ല സാലറിയാണ്. ഒരു സിനിമയിൽ ആ ഒരു വേളക്കാരനാണോ? അല്ല, പുള്ളി അടിവെച്ചല്ലേ? അല്ല, ആ അടി അല്ല, അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. തെങ്ങേറ്റമാണോ? തെങ്ങേറ്റം. ഇത് ശരിക്കും ഒന്ന് തെറ്റിച്ചിട്ടാ പറഞ്ഞത്. കുഴപ്പമില്ലല്ലേ? 2 ചാൻസ് നമ്മൾ തന്നു. ഇനി തെറ്റിക്കാൻ പറ്റില്ല. ഓക്കെ. ശബ്ദം ഉണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. സൈലൻസ്. ഓ എൻ്റെ മോനെ, ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു മച്ചാനെ ഇതൊക്കെ ഉത്തരം? ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. എനിക്കറിയാം അതത്ര എളുപ്പമല്ല. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. ഓപ്ഷൻ വേണോ? കടൽ കുതിര. അല്ല അല്ല, അത് വെള്ളത്തിലല്ലയോ? അത് 24 മണിക്കൂർ കുളിച്ചോണ്ടിരിക്കുമോ? എടുത്ത് തന്നോ. അപ്പം അടുത്ത് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്. ഉത്തരം ഒന്നും കൂടെ പറഞ്ഞു എന്നിട്ട് ഇടാം. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. ആരാ പറയട്ടെ ഉത്തരം? മീൻ. അതല്ലയോ കടൽക്കുതിര? മീൻ ആവത്തില്ല. കടൽക്കുതിരയും സെയിമാ. മീൻ എന്തുകൊണ്ട് കുളിക്കുന്നു? അങ്ങനെ കടൽക്കുതിര എന്നാ ഊരിക്കോ. എന്നാ പിടിച്ചോ സാധനം. മീൻ ഉത്തരം ശരിയാണെങ്കിൽ കടൽക്കുതിര ശരിയാ. എന്നാണ്ട് കിടക്കുന്നു. മീൻ ഉത്തരം ശരിയാണെങ്കിൽ കടൽക്കുതിര ശരിയാ. അതാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. മീൻ എവിടെ കിടക്കുന്നത്?
വെള്ളത്തിൽ കിടക്കുന്നു. കടൽക്കുതിര എവിടെ കിടക്കുന്നത്? കടൽക്കുതിരയുടെ വീട്ടിലോ? അവിടെ വെക്ക് സാധനം വെക്ക്. പോട്ടെ, അടുത്ത് പോട്ടെ. ടെൻഷൻ ഉണ്ടോ? ടഫ് എന്തിനാ? ഞാൻ കോടീശ്വരനല്ലേ ഇരിക്കും. ഇതുകൊണ്ട് എൻ്റെ 1 കോടി രൂപ പോവല്ലോ. ഓക്കെ. കടയിൽ നിന്ന് വാങ്ങാൻ പറ്റാത്ത ജാം. ട്രാഫിക് ജാം. ഓ, എടാ. ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നത്. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, അതിലൊരു ബക്കറ്റിന് ഓട്ടയുണ്ട്. എന്നാൽ ഓട്ടയുള്ള ബക്കറ്റിൽ നിന്ന് വെള്ളം പോകുന്നില്ല. കാരണം എന്താണ്? ഒന്നുകൂടെ ചോദിക്കാം. 2 ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്, അതിലൊരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ്. വെള്ളം ഇരിക്കുന്ന മറ്റേ ബക്കറ്റിനകത്തായിരിക്കും. വെള്ളം മറ്റേ ബക്കറ്റിലായിരിക്കും. ഒരു ബക്കറ്റിനല്ലേ ദ്വാരമുള്ളത്? അല്ല, തെറ്റാ. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കണം. എന്താ വെട്ടിയാൻ ഒന്നുകൂടെ ഇത് കേൾക്കണം. ഓക്കെ, ഞാൻ തെറ്റിച്ചു. താ നിൽക്ക. നീ താ മോനെ. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്, അതിലൊരു ബക്കറ്റിന് ദ്വാരമുള്ളതാണ്. എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. എന്താണ് കാരണം? എന്താ? ഒരു മിനിറ്റ്. മോനെ എങ്ങാണ്ട് നോക്കി എഴുതിക്കൊണ്ട് വന്നേക്കരുത്. മോനെ പോലെ ഉത്തരം അറിയില്ല. ധാരാളം ആളുകൾ കൂടുന്നൊരു അല്ല, അത് വേറെ ചോദ്യമായിരുന്നു. ചോദ്യം വേറെയാ. എന്നാ ഇത് പുള്ളിയെ കൊണ്ട് ഇടിക്കണം. സത്യം പറഞ്ഞ പുള്ളി ചോദിക്കുന്നതിന് ഉത്തരം പോലും പുള്ളിക്ക് അറിയാം. ഓക്കെ, ഉത്തരം ബക്കറ്റിലുള്ളത് വെള്ളമുണ്ടാണ്. ഓ, വെരി ഗുഡ്. മറ്റേ ട്രോളപ്പം നിങ്ങൾ ഉണ്ടാക്കിയിടുന്നല്ലേ, ചന്ദ്രന് വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തം മുണ്ട് എടുത്തോണ്ടിരിക്കുന്നു. ഇതിട്ടോ. അപ്പൊ അടുത്തേ ഭയങ്കര ഒരു സിമ്പിൾ മനുഷ്യനാണ് കേട്ടോ. എപ്പോഴും പറയണമെന്നില്ല. അപ്പം വെട്ടിയാർ ലാസ്റ്റ് ചോദ്യം, ലാസ്റ്റ് ഉത്തരം. തൊപ്പി വെക്കാനിടയാവോ? ഇല്ല, അതിനുള്ളിൽ പറയും. അതെ. അപ്പോൾ വെട്ടിയാറിൻ്റെ ബുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് അറിയാം. കാരണം എൻ്റെ അതുപോലത്തെ ടഫ് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. അച്ഛൻ വന്നു എന്ന് പേര് വരുന്ന ഒരു ഫ്രൂട്ട്. അച്ഛൻ വന്നു എന്ന് പേര് വരുന്ന പപ്പായ. ഓ ഹൂയടാ, അതെങ്ങനെയാണ് അതിലോട്ട് വന്നത്? പപ്പായയിലോട്ട്. അതൊക്കെ അങ്ങനെ വരും. പപ്പായ, കറക്റ്റ്. ആദ്യം പോകാൻ പറഞ്ഞിട്ട് PSC ചോദ്യം ഇടുന്നേ. ആര്? ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം. ഒന്നുകൂടെ ഞാൻ മീഡിയ നിങ്ങളോട്. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം. ചിന്തിക്കണം. അല്ല, തിരികെ വിളിക്കുന്ന സ്ഥലം. ഏതൊരു ന്യൂ ജനറേഷൻ പിള്ളേരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഗോവ. ഓ, ഗോവ. അപ്പം കണ്ടന്റ് ക്രിയേറ്റിലൊക്കെ മികച്ചു നിൽക്കുന്ന വെട്ടിയാര് എൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പകച്ചുപോയി. അതെ, ഞാൻ കണ്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മുമ്പ് സ്ഥിരമായിട്ട് ആൾക്കാരിന്ന് പകയ്ക്കുന്നു. തരട്ടെ. അപ്പം താങ്ക് യു. അപ്പൊ ഇതോടെ വെച്ച് കഴിയുമ്പം പക്ഷെ രസമുണ്ട് കേട്ടോ. ഈ ഗെയിം നല്ല രസമുണ്ട്. വെച്ചോ, ഒരു ക്രിയേറ്റീവ് ഗെയിം ആയത്. ആരും ഇതുവരെ ചെയ്യാത്തൊരു സാധനല്ലേ. റൈറ്റ്, വെച്ചോ. അപ്പൊ ഇത് വെക്കുമ്പോൾ വെട്ടിയാർ മാറി നമ്മുടെ കണ്ടന്റ് വെട്ടിയാരായി മാറും. അപ്പൊ ഇത് വെക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്മസ് കരോളിൽ ഫാദർ പോകുന്നത് എന്തിനാ? പൈസ കിട്ടാൻ. ഫാദർ പൈസ കിട്ടാനാണോ പോകുന്നത്? പിന്നെ ഡാൻസ് ചെയ്യാനാണോ? അപ്പൊ നമുക്കിപ്പം വെട്ടിയാർ തന്നെ പാട്ട് പാടി ഡാൻസ് ചെയ്യും. ഓക്കെ, പാടാം. അപ്പൊ ഏത് പാട്ടാ പാടുന്നേ? അത് നമ്മുടെ RDXലെ നീലനിലവില്ലേ, അതിന്റെ ക്രിസ്മസ് പാട്ട്. ഓക്കെ, റെഡി. ഇടയ്ക്ക് ചിലപ്പോൾ തെറ്റിപ്പോവും, സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചെയ്യാം. നീലനിലവിൽ ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ യേശു പിറന്നു കണ്ടു നിന്നൊരായിടയരും നിന്നെ വാഴ്ത്തിയില്ലേ, അരികിൽ നിൽക്കും മാലാകയും സ്തുതിച്ചു പാടിയില്ലേ, ഈ ലോകം നിന്നെ അറിയാതെന്ന് കുരിശിൽ കേട്ടിയില്ലേ യേശുവേ. ഓ, പോളി 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 പോളി. പൈസ കഴിക്കല്ല.